ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ ബ്ലോഗ്. വീണ്ടും എറണാകുളം. ഇന്ന് ധനിക രാജ് പി പോവയാ. ഒന്നും കൂടെ ശരി കാണിക്കണ്ട. എടി നീ കരയോ നിന്റെ കൂട്ടുകാർ പോകുമ്പോൾ? സുഹൃത്തുക്കളെ, ഐശ്വര്യ കടക്കാവർ വന്ന് ഇത് ഇതേടക്കണോടി. എന്റെ അർജുനും ഐശ്വര്യ തമ്മിലുള്ള ഇത് ശ്രീജിത്ത് ഒരു ഹൈ ബ്ലോഗറാണ് കേട്ടോ. ധനികയ്ക്ക് പോകാനുള്ള വണ്ടി കൊലക്ക് നൈറ്റിയൊക്കെ ഇട്ടിട്ടിരിക്കുന്നു. ഇതൊക്കെ ഏത് ഇവിടെ ബോസ്? ഒരു മുണ്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രാംരാജിന്റെ പരസ്യം. ഗൈസ്, നമുക്കിപ്പോ ധനികര അമ്മയെ കാണാം സുഹൃത്തുക്കളെ. ഗൈസ്, ബ്ലൂക്കുട്ടായി വിത്ത് അമ്മൂമ്മ. ഗൈസ്, ഒരു നാട് മൊത്തം ഉണ്ട് അവിടെ യാത്ര അയക്കാൻ. വിഷമം കൊല്ലത്തെ വണ്ടിയിൽ ധനിക രാജ് പി. മുടിയും കെട്ടി പറഞ്ഞാ പോണ ചേച്ചി മുടിയും കെട്ടി ആസിഫ് അലി കാണാൻ. അത് നീ ഡ്രസ്സിന്റെ കളറൊക്കെ ഇതൊക്കെ പറയുമായിരിക്കും. അർജുന്റെ അടുത്ത നുണ നോക്കി. രാമേന്ദ്രന്റെ സ്റ്റാഫിനാണ് പറഞ്ഞത് മൈജി കറിയത്. അതുകൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ പരസ്യമോ? ഗൈസ്, നമ്മൾ MC റോഡ് വഴിയാണ് പോണത്. MC റോഡിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടാ? ശരി, MC റോഡിനെ പറ്റി ഗൈസ് എവിടെ എത്തിയെന്ന് അറിയത്തില്ല. നല്ല വിശാലമായ തിരക്ക്. ഗൈസ്, നമ്മൾ കഴിക്കാൻ ഒരു കടയിൽ കയറി. ഐശ്വര്യയുടെ മുട്ടിടിച്ച് വേദന തുടങ്ങി. ഗൈസ്, വെള്ളച്ചാട്ടോ. ബൈ ദ വേ സുഹൃത്തുക്കളെ, ഐശ്വര്യയുടെ കാല് തട്ടിയായിരുന്നു. അതിന്റെ വേദനയും കൊണ്ടാണ് രണ്ടുപേരും നടക്കുന്നത്. നീ കരയോ ധനിക? അർജുൻ കരയോന്ന്? ഞാൻ കരയൂല. അരുണിമ, നീ കരയോ? ഐശ്വര്യ നീ? എനിക്ക് ഒന്നും കൂടെ എടുത്തിട്ട്. ഞാൻ ഈ ഡ്രസ്സൊന്നും അല്ല ഗൈസ് ഇട്ടോണ്ട് കഴുത്തി വെക്കുന്ന താനോ ഡ്രസ്സും തമ്മിൽ എന്താ ബന്ധം? ഒരു പെൺകുട്ടീടെ അടുത്ത് അവൻ ചോദിച്ചതാ. ഈ അബ്ബാസ് ചോദിച്ചതാ. റെക്കോർഡിംഗ് ആണ്. അബ്ബാസ് ഐശ്വര്യ അബ്ബാസ് പറഞ്ഞിരിക്കുന്നു. നിന്റെ ബാത്റൂം കഴിയണോ? അബ്ബാസ് അർജുൻ. സത്യം ഗൈസ്, ഐശ്വര്യയുടെ കാലായിരുന്ന ഹോട്ടലിൽ തട്ടി ആയിരുന്നു അതിന്റെ സങ്കടം പറയുന്നത്. മഴയൊക്കെ പെയ്യുമ്പോ അബ്ബാസ് കൂടെ റൊമാൻസ് പാട്ടിട്ടിരിക്കുക. അബ്ബാസ് റൊമാൻറ്റിക് മൂഡിലായി. എന്താണ് അബ്ബാസിനെ പറ്റിയുള്ള അഭിപ്രായം? ഗൈസ്, ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലവും കഴിഞ്ഞ് കോട്ടയൊക്കെ കഴിഞ്ഞ് കുറെ നേരം ആയി. ഇതിപ്പോ കറക്റ്റ് നീ അബ്ബാസിനെ കണക്കിനുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ശരി, അബ്ബാസ് സാറിനെയാണ് നിങ്ങളിപ്പോ കണ്ടത്. ഗൈസ്, ഒരു സിറോ എടുത്ത് കുളിക്കാൻ പോണ രീതിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചത്. ഹെയർ സിറോ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് ബുദ്ധിയുണ്ടാ? സപ്പോർട്ട് എവിടെ വേറെ ഒരു അപ്പുറത്ത്. ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നതിന് ഒറ്റ ഉത്തരം അബ്ബാസ്. ഗൈസ്, അബ്ബാസ് ഒരു കടയിൽ കയറിയപ്പോ മോനെ ഇവിടെ ഒന്ന് കഴിവായില്ലെന്ന്. പറ്റില്ല, അയാളാണെന്നാ പ്രിയദർശൻ. ശരിയാണ്, ഇവനെ കണ്ട പ്രിയദർശന്റെ ഒരു കണ്ടന്റ്. ഗൈസ്, നമുക്ക് കുറേ വായിക്കാനുള്ള സ്ഥലം എത്തി. ഇത് ധനികയുടെ ഉണ്ടായി. ഇത് ഗോപു ഉണ്ടായി. ഇത് ധനികയുടെ മമ്മി. എന്തിറങ്ങി വരാത്ത ധനികയുടെ ഡാഡി.
ഇനി കൊറിയർ അയച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇനി അടുത്ത കട കഴിക്കാൻ പോണം. നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ ഐശ്വര്യയുടെ കാല് പിന്നെയും വേദനയായി തൂച്ചരിഞ്ഞ് കഴിക്കാൻ അടുത്തൊരു ഹോട്ടലിൽ വന്ന് ഗൈസ്. സമയം 4 മണിയായി. ആ എങ്ങനെ ഉണ്ട് ഡ്രൈവിംഗ് ഒക്കെ? മോട്ടിവേഷൻ ആയിരുന്നു ഗൈസ് നിങ്ങളിപ്പോൾ കേട്ടത്. കഴിച്ചു തീർന്നോണ്ടേ അരുണിമയുടെ മോട്ടിവേഷൻ. ഗൈസ് സന്തൂർ മമ്മി മോളും കണ്ടിക്കാൻ കുറച്ച് ആൻറ്റി വരും. ഇതിലെ ഗൈസ് ഇത് അച്ചു ഇവിടെ കോളേജിൽ പഠിച്ചതാ. ഒരുത്തി ഇവിടെ ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് മിക്കവാറും എയർ ഹോസ്റ്റേഴ്സ് വരെ കണ്ട് പേടിക്കാനുള്ള മേക്കപ്പാണ് അവിടെ ഇട്ടിരിക്കുന്നത്. കൂടെ കുറേ എണ്ണം കൂടെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ എത്തിയില്ല. ഗൈസ് കരയത്തില്ലെന്ന് പറഞ്ഞ് ഒരു കുട്ടി കരച്ചിൽ തുടങ്ങി. കരഞ്ഞു തുടങ്ങി, പക്ഷെ ആത്തൊക്കെ അർജുൻ കല്ലിണക്കിരിക്കുന്നു. പക്ഷെ കണ്ണാടിയൊന്നും ഊരോ ഇല്ല. എന്റെ വിഷമം അതെന്റെതാ. വിഷമം സങ്കടം. ഗൈസ് ഞാൻ ഒരിക്കലും വിഷമപ്പെടത്തില്ല. കാരണം ഒരാളെ രക്ഷപ്പെടാൻ പോകുമ്പോൾ നമ്മൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇവ പറഞ്ഞ എല്ലാം അവോയ്ഡ് ചെയ്ത് കളയാണ് ഞാൻ ചെയ്യാൻ പോണം. അതുകൊണ്ട് അത് ആരും അവിടെ വിഷമിക്കുന്നു വേണ്ട ഗൈസ്. പ്രത്യേകിച്ച് പുറത്തു പോയി പഠിക്കുന്ന ആൾക്കാർ അതിങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും കരഞ്ഞു തുടങ്ങി. സോറി, നമ്മൾ ഇതേപോലെ ഇമോഷണൽ മൂമെന്റ്സ് ആണ് എടുക്കേണ്ടത്. ഇനി ഞാൻ കരയാണ് കാണിക്കൂല. ഗൈസ് എയർപോർട്ട് എത്തി. എയർപോർട്ട് വിത്ത് അർജുൻ. എനിക്ക് എല്ലാവരും കരയാണ് ഗായ്സ്. ഒരു റൗണ്ട് ഇപ്പൊ കരഞ്ഞു കയറുന്നതേ ഉള്ളു. പക്ഷെ അതൊക്കെ അർജുൻ ഉരുക്കിന്റെ മനസ്സ് സ്ട്രോങ്. സന്തൂർ മമ്മിയാ കരയാതെ നടക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെയല്ല പറയാ കരയോന്ന്. ഗൈസ് ഫോണേന്റെ ഫോട്ടോഷൂട്ടും ക്യാമറമാൻ അർജുൻ. തനിക്കേറെ ഫ്രണ്ട്സ് വന്ന് മമ്മിജി കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. അതൊക്കെ ചേച്ചി കല്ലട കഴിക്കാം. കുറെ ഫ്രണ്ട്സ് ഉണ്ട് 10-15 വർഷം പഠിച്ചവര് ഗൈസ്. പക്ഷെ ഞാൻ കരയത്തില്ല. ഒരാൾ രക്ഷപ്പെടാൻ പോകുമ്പോൾ നമ്മൾ കരയാനൊന്നും വിഷമിപ്പിക്കാൻ പാടില്ല. അതാ കണ്ണൊക്കെ നിറഞ്ഞ് ഇരിയടി. എന്തൊക്കെയാ കൊടുക്കുന്നത് അതെനിക്ക് എന്നിട്ട് പോകാൻ പറയാം. നോട്ടെ അവര്. ഓ ഗൈസ് അധികം നേരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നല്ല. ഇമോഷണലായി. ധനിക നമ്മളെ ചിരിപ്പിച്ച് അവളെ കരയിപ്പിച്ചിട്ട് പോയി. അങ്ങനെ കണ്ണാടി വെച്ചേക്കണം. നമുക്കറിയാം നിയമം തുടച്ചു വെച്ചേക്കുന്നതാണ്. ഗൈസ് നമുക്ക് വിഷമം വരും, പക്ഷെ നമ്മൾ പുറത്ത് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കാരണം എന്തായാലും രക്ഷപ്പെടാൻ വേണ്ടി പോയതാ. നമ്മളെ കൂടെ വിഷമിപ്പിച്ചിട്ട് എന്തിനാണ് കരയിപ്പിക്കുന്നത്? അതാ ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. അത് അടിച്ചാൽ നമ്മൾ വരുമ്പോൾ അടുത്ത ബ്ലോഗ് വരും. സത്യം. എല്ലാവർക്കും പക്ഷെ നല്ല വിഷമമുണ്ട്. അവിടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വിഷമമുണ്ട് ഗൈസ്. പിന്നെ ലൈഫല്ലേ ഗൈസ്. അങ്ങനെ ധനിയെ കൊണ്ടാക്കി ഗൈസ്. പിന്നെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. പിന്നെ ബാക്കി അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ്. ഓക്കെ.